സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഇത് മഹാന്മാരിവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് ഇവിടുത്തെ ഈ കാണുന്ന ഈ ജാമിയ നൂരിയ അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാർ, നമ്മളെ ഉസ്താദന്മാർ അവർ കാണിച്ചു തന്നതായ ഒരു സരണി, ആ സരണിയിൽ നിന്ന് അണുമണി തൂക്കം വ്യതിചലിക്കാതെ ആ സരണിയിൽ കൂടിയായിക്കൊണ്ട് പ്രവർത്തിക്കുകയും വേണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ ആരെങ്കിലും പരിഹസിക്കുന്നത് കൊണ്ടിട്ടോ ആരെങ്കിലും ചെറുതാക്കുന്നതുകൊണ്ടോ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു കോട്ടും പറ്റൂല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരിക്കലും അത് ചെറുതാവാൻ പോകുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഓരോ ദിവസത്തോടും അത് വളർന്ന് വളർന്ന് പന്തലിച്ച് വരികയാണ്. കാരണം അത്ര ശക്തമാവുന്നതായ ഒരു അടിത്തറയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. അത്ര ശക്തമാവുന്ന നിലക്കുള്ള ഒരു അടിത്തറമേലാണ് അതിന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദന്മാർ അവർക്കുള്ളതായ ഇസ്തിഖാമത്ത്, അവർക്കുള്ളതായ തഖ്വ, ആ തഖ്വൻ്റെ മേൽ സംഘടിപ്പിക്കപ്പെട്ടതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മഹാന്മാരാവുന്നതായ മുൻഗാമികളാവുന്ന നമ്മുടെ മശായിഖന്മാർ ആ ശരിയായ ഇസ്തിഖാമത്തുമേൽ നിന്ന് പോന്നിരുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിഹസിക്കുന്ന പലരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പരിഹസിക്കാൻ ആർക്കും ഏത് സംഘടനയും പരിഹസിക്കാമല്ലോ, ഏത് പണ്ഡിതന്മാരെയും പരിഹസിക്കാം. ഈ പരിഹാസം എന്നുള്ളത് അതിൻ്റെ സ്വഭാവം, അത് എന്താണ് അതിൻ്റെ ഹുക്മ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിഹസിക്കുക, അതിന് ചെറുതാക്കി കാണാൻ ആരും ശ്രമിക്കരുത്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണത്. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടാം, അവർ പറഞ്ഞ എല്ലാ സംഗതികൾക്കും വഴിപ്പെടാം. അങ്ങനെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരോട് കൂടിയുള്ള ആ മഅയ്യത്ത്, സിദ്ദീഖീങ്ങളോട് കൂടിയുള്ള ആ മഅയ്യത്ത്, സാലിഹീങ്ങളോട് കൂടിയുള്ള ഈ മഅയ്യത്ത്, ശുഹദായിനോട് കൂടിയുള്ളതായ ഈ മഅയ്യത്ത്, ഈ മഅയ്യത്ത് നമുക്ക് ഉണ്ടാക്കണം. ഈ മഅയ്യത്ത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മഹാന്മാരാവുന്ന നമ്മുടെ മുൻഗാമികൾ അവർ സംവിധാനിച്ചതായ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനോട് ഒപ്പം നിന്നും കൊണ്ട് ഇവിടുത്തെ ഉമറാവും പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്നും കൂടി എളുപ്പമാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ രൂപീകരണമാണ് ഇതുപോലുള്ളതായ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വളർന്നു വരാനുള്ളതായ കാരണം. അപ്പോൾ പണ്ഡിതന്മാരായി കൊണ്ടിട്ട് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തിറങ്ങുന്നതായ നിങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മക്കളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടിയാവണം നിങ്ങളുടെ പ്രവർത്തനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം അതിൻ്റെ രീതി മനസ്സിലാക്കിക്കൊണ്ടാവണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അത് സർവ്വ അമ്പിയാക്കന്മാരും അവരൊരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. ദീൻ്റെ പ്രബോധനം എന്നുള്ളത് അത് ഒരു എളുപ്പമായ ഒരു സംഗതിയല്ല. ഒരുപാട് മശക്കത്തുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ടാവണം. അങ്ങനെയാണ് മഹാന്മാരൊക്കെ വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. സർവ്വ അമ്പിയാക്കന്മാരുടെ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കും. ഓരോ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിലും ആ അമ്പിയാക്കന്മാരുടെ ദഅവത്തിന് എതിരായി കൊണ്ടുള്ള ഒരുപാട് ദജ്ജാലിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓരോ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും അവരെ പ്രബോധനത്തിന് തടസ്സപ്പെടുത്താൻ ഓരോ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും പല ശൈത്താനുകൾ ഇവിടെ പല നിലക്കും അവതരിച്ചു കൊണ്ടിട്ട് അവർക്കുള്ള ദഅവത്തിനെ പ്രതിരോധിക്കാനും അവർക്കുള്ള ദഅവത്തിനെ താറടിക്കാനും അവരെ ജനമധ്യത്തിൽ അവരെ വളരെ നിസ്സാരന്മാരായി കൊണ്ട് കണക്കാക്കാനും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വലിയ വിഭാഗം ഓരോ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായി. പക്ഷേ അമ്പിയാക്കന്മാർ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടിട്ടാണ് വിശുദ്ധമാവുന്ന ദീനിവിടെ പ്രബോധനം ചെയ്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമാവുന്ന ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്തത് നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടിട്ടാണ് പ്രബോധനം ചെയ്തത്. അപ്പോൾ പ്രതിസന്ധികൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളെ മുഴുവനും അതിജീവിച്ചു കൊണ്ടാണ് നമ്മൾ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനിന് ഇതിൽ ശത്രുക്കൾ ഏത് കാലഘട്ടത്തിലൂടെ ഉണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ദീനിൻ്റെ സുന്ദരമാവുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ
അതിനെതിരുള്ളതായ ശബ്ദങ്ങൾ നാനാ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും മുസ്ലിം പേരുള്ളവരും പേരില്ലാത്തവരും ഇസ്ലാമിനെ എതിർക്കുന്നതിൽ അവരൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം വേഷം ധരിച്ചു കൊണ്ടിട്ടൊക്കെ ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്താനും ഇസ്ലാമിൻ്റെ സുന്ദരമാവുന്ന മുഖത്ത് അതിനെ കരിവാരിത്തേക്കാനും വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ ജനഹൃദയത്തിൽ നിന്നിട്ട് അതിനെ തുടച്ച് മാറ്റാനും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്. അതാണ് ബദൽ ഇസ്ലാം ഒരീബ വസയഊദു കമാ ബദ തൂബാലിൽ ഉറബാ. ഇസ്ലാം ഇവിടെ വരുമ്പോൾ ആ ഇസ്ലാമിനക്ക് അതിന് ഇവിടെ ഈ കാലം ആ കാലഘട്ടം ഇസ്ലാം വരുന്ന കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്നതായ വലിയൊരു ഫത്രത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വിശുദ്ധമാവുന്ന ദീനിൻ്റെ ദഅവത്തിന് ഏൽപ്പിക്കപ്പെടുന്നത്. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഒരു ദീർഘമാവുന്ന അമ്പിയാക്കന്മാരുമായുള്ള ദീർഘമാവുന്ന ഒരു വിദൂരത അവിടെ ഉണ്ടായിട്ടുണ്ട്. ഫത്വാല അലൈഹിമുൽ അമദ് എന്ന് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചു. അങ്ങനെ ഒരു ദീർഘമായ കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നത്. ആ പ്രബോധനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ പ്രബോധനം ചെയ്തത്. സ്വന്തം സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, സ്വന്തം ഭാഷക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്, സ്വന്തം നാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല നിലക്കുള്ളതായ പ്രതിരോധങ്ങളും പല നിലക്കുള്ളതായ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പല പ്രതിരോധങ്ങളെയും നേരിട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനോട് പ്രബോധിച്ചത്. അതാണ് ബദൽ ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദ. അതിൻ്റെ മടക്കവും അങ്ങനെ തന്നെയായിരിക്കും. തൂബാലിൽ ഉറബാ. പക്ഷേ ഇവിടെ നാശമുണ്ടായതിന് ശേഷം ആ നാശത്തിനെ ശരിയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് എല്ലാവിധ സന്തോഷവും. തൂബാലിൽ ഉറബാ ഐലിൽ മുസ്ലിഹീന ബഅദ ഇഫ്സാദിഹ. ഈ ലോകത്തിലേക്ക് ഇവിടെ നാശം ഉണ്ടായതിന് ശേഷം അതിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കാണ് എല്ലാ നിലക്കുള്ളതായ സന്തോഷവും എല്ലാ നിലക്കുള്ള ഗുണവും. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, തൂഷിക്കുൽ ഖുറാ അൻ തഖരിബ. പ്രദേശങ്ങളൊക്കെ അത് നാശമാവാനടുത്തായിട്ടുണ്ട്. വയ്യ ആമിറത്തും. യഥാർത്ഥത്തിൽ അവിടെ പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഗ്രാമങ്ങളും എല്ലാ സ്ഥലങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ അത് നാശത്തിലേക്കായി പോയിട്ടുണ്ട്, നാശത്തിലേക്കാവാൻ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഉമർ ബിൻ ഖത്താബിനോട് ചോദിക്കപ്പെട്ടു ആ സദസ്സിലുള്ളതായ ആളുകൾ. ചില ആളുകൾ ചോദിച്ചു, ഖീല കൈഫ, അതെങ്ങനെയാണ്? ഇവിടെ പുരോഗമന പ്രവർത്തനങ്ങൾ ഇവിടെ രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, മറ്റ് ഇസ്ലാമിക പ്രവർത്തനങ്ങളുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ നാശം സംഭവിക്കാം? ബഹുമാനപ്പെട്ടവരായിട്ട് മറുപടി പറഞ്ഞു, ഇതാ അല ഫുജാറഹ അബ്റാറുഹ. ആ ഗ്രാമങ്ങളിൽ പ്രദേശങ്ങളിലുള്ളതായ ആളുകൾ, അവരിലുള്ളതായ തമ്മാടികളാവുന്ന ആളുകൾ, അവരിൽ നിന്നുള്ള സജ്ജനങ്ങൾക്ക് മേലിൽ ആധിപത്യം ചെലുത്തുന്നതായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിത്തീർന്നാൽ ആ ഒരു കാലഘട്ടമാണെന്ന് ഇവിടെ ഉള്ളത്. തമ്മാടികൾ വിവരമുള്ള ആളുകളേക്കാൾ അവർക്ക് എന്താക്കുക ആധിപത്യം ഉണ്ടാവുക. അപ്പോൾ ഫുജാരിങ്ങൾ വിവരമുള്ള ആളുകൾ അതുപോലെ തന്നെ നല്ലവരാവുന്ന ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്തുന്നതായ ഒരു കാലഘട്ടം. ഒരു ആലിമിക്ക് അവൻ്റെ ഇൽമിൻ്റെ ആ പവർ അനുസരിച്ച് സംസാരിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിത്തീർന്നാൽ ഇതാ അല ഫുജാറഹ അബ്റാറുഹ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നാൽ അതന്നെയാണ് ഈ ലോകത്തിലേക്ക് ഉണ്ടായിത്തീർന്നതായ നാശം. അപ്പം ഈ കാലഘട്ടത്തിൽ പ്രബോധന രംഗത്ത് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു റൂട്ട് വേണം. ആ റൂട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രബോധനം ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വരച്ച് കാണിച്ചു തന്നതായ ഒരു സരണിയുണ്ട്. ഈ സരണിയിൽ കൂടി മാത്രമേ നിങ്ങൾ പണ്ഡിതന്മാർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇതല്ലാത്ത സരണിയിലേക്ക് തിരിഞ്ഞും കൊണ്ട് പ്രവർത്തിച്ചാൽ അത് നാശത്തിലേക്കുള്ളതായ പോക്കായിരിക്കും. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ സരണി ഇതിവിടെ വരച്ച് കാണിച്ചു തന്നത്
മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ തീർച്ചയായിട്ടും ഇസ്തിഖാമത്തിൻ്റെ അഹ്ലുകാരാവുന്ന പണ്ഡിതന്മാരാണ്. മഹാന്മാർ പറഞ്ഞില്ലേ, ഇന്നൽ ഹാദൽ ഇൽമ ദീനുൻ, നിങ്ങൾ ഈ ദീൻ അത് ഈ ഇൽമ്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നിങ്ങൾ പഠിക്കുന്ന ഈ ഇൽമ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനാണത്. ഹുദൂ അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ്, എങ്ങനെ, ഏത് പാരമ്പര്യത്തിൽ കൂടിയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. നിങ്ങൾ ഇൽമിനെ അഭ്യസിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പാരമ്പര്യ സ്വഭാവങ്ങൾക്കുണ്ടാവണം. അത് ഇസ്തിഖാമത്തിൻ്റെ മേലുള്ളതായ മുസ്തഖീമീങ്ങളാവുന്നതായ മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് വന്നു. ആ സ്ത്രീ സംസാരിക്കണില്ല എന്ന് നീർച്ചയാക്കിയിരിക്കണമെന്ന് ആരോ അബൂബക്കർ സിദ്ദീഖിനോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സ്ത്രീനെ വിളിപ്പിച്ചു. അവളോട് ചോദിച്ചു, ഇതെന്താ സംസാരിക്കണില്ല എന്ന് നേർച്ചയാക്കിയിട്ടുണ്ടോ? നേർച്ച ഒഴിവാക്കി കളഞ്ഞ് സംസാരിച്ചോ എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ നേർച്ചയൊന്നും പാടില്ല, സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്, അങ്ങനെ ഒരുപാട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ അബൂബക്കർ സിദ്ദീഖിനോട് ആ സ്ത്രീ ചോദിച്ചു, മാ ബഖാഉന അലാ ഹാദദ്ദീൻ അല്ലദീ ജാഅ ബിഹില്ലാഹ് ബഅദൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിൻ്റെ ശേഷം മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ ദീനിന്മേലാണ് ഞങ്ങളുള്ളത് എന്നുള്ളതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സ്ത്രീനോട് പറഞ്ഞു, ബഖാഉക്കും അലൈഹി മസ്തഖാമത്ത് ബിക്കും അയിമത്ത്, നിങ്ങൾ ആ ദീനിന്മേലാണ് നിൽക്കുന്നത്, നിങ്ങൾ ഉറപ്പിക്കേണ്ടത് എങ്ങനെ? മസ്തഖാമത്ത് ബിക്കും അയിമത്തുക്കും, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഇവർ ശരിയാവുന്ന അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തിൻ്റെ മേൽ ഇവരാവുന്ന കാലഘട്ടത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹാന്മാരാവുന്നതായ മഹാന്മാരാവുന്നതായ അള്ളാഹുവിൻ്റെ അമ്പിയാ, അവസാനത്തെ അതിനിക്കിവിടെ പൂർത്തീകരണം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒന്ന്, അലൈക്കും ബിസുന്നത്തി, ബിസുന്നത്തി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മതിയാക്കിയില്ല. ഓ സുന്നത്തിൽ ഖുലഫാഉർ റാഷിദീൻ, എൻ്റെ സുന്നത്ത് കൊണ്ട് മാത്രങ്ങൾ പിടിച്ചാൽ പോരാ, ഖുലഫാഉർ റാഷിദീങ്ങളെ സുന്നത്ത് കൊണ്ട് നിങ്ങൾ പിടിക്കണം എന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന പിന്നീട് വന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ അവരെന്താ ചെയ്തത്? അവർ വിശുദ്ധമാവുന്ന അവരുടെ ആ മദ്ഹബിനെ അവർ രൂപപ്പെടുത്തിയത്. മദ്ഹബിൻ്റെ ആവശ്യം തന്നെ ഇവിടെ വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വ്യക്തമായി പറയപ്പെടാത്തതിലെ ഇമാമിങ്ങൾക്ക് മദ്ഹബ് ഉണ്ടാവുള്ളൂ. വ്യക്തമായി പറയപ്പെട്ടതിൽ അവർ മദ്ഹബിൻ്റെ ആവശ്യം നമ്മൾക്കില്ല. ഇമാം ഷാഫീനെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തിൽ സ്വീകരിക്കണമെന്ന്? വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വ്യക്തമായി പറയപ്പെട്ടിടത്ത് ഒരു അഹിമ്മത്തിൽ നിന്നുള്ള ഒരാൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ വ്യക്തമായി പറയപ്പെടാത്തതിലാണ് അയിമ്മത്തിൽ നമ്മൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ള മഹാന്മാരാവുന്ന മുജ്തഹിദീകളാവുന്ന അയിമ്മത്ത്. ആ അയിമ്മത്ത് അവരെ മദ്ഹബിനെ അടിസ്ഥാനപ്പെടുത്തിയതെന്താ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുള്ളതായ വിധികളാണ്. അതാണ് അലൈക്കും ബിസുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഉർ റാഷിദീൻ. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനും സുന്നത്ത്, ഖുർആനും സുന്നത്ത് എന്ന്. ഖുർആനും സുന്നത്ത് എന്ന് പറയുന്നതിനോട് നമ്മൾ എതിരല്ല. ഖുർആനും സുന്നത്തും ആവശ്യം തന്നെയാണ്. ഖുർആനിലും സുന്നത്തിൻ്റെ സുന്നത്ത് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് തന്നെയാണ് അലൈക്കും ബിസുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഉർ റാഷിദീൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽ എന്താണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്? അലൈക്കും ബിസുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഉർ റാഷിദീൻ. ഖുലഫാഉർ റാഷിദീങ്ങളെ ആ സുന്നത്ത് അവരുടെ ഭരണകാലത്തുണ്ടായ വിധികൾ അത് നിങ്ങൾ ആധാരമായി ഇങ്ങോട്ട് സ്വീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ മദ്ഹബിനെ മദ്ഹബിനെ സ്ഥാപിച്ചിട്ടുള്ളത്, മദ്ഹബിനിക്ക് നിദാനമാക്കിയിട്ടുള്ളത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3 നൂറ്റാണ്ടിലുള്ള അയിമ്മത്തിനെ പറ്റി മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ നൂറ്റാണ്ടും അതിനോട് അടുത്ത നൂറ്റാണ്ടും അതിനോട് അടുത്ത നൂറ്റാണ്ടും, ചില വിഭാഗത്തിൽ അതിനോട് അടുത്ത നൂറ്റാണ്ടൊന്നുമുണ്ട്. എന്നാൽ ഈ 3ഓ 4ഓ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ അവർ പറഞ്ഞതിനാണ് നിങ്ങൾ ദീനായി സ്വീകരിക്കേണ്ടത്. എല്ലാ വിഷയത്തിലും നമ്മളങ്ങനല്ലേ. ഉദാഹരണമായിട്ട് സ്ത്രീകളെ പള്ളി പ്രഭാഷണം ഞാൻ പറഞ്ഞതിനെ പറ്റി വലിയ വച്ചുപുളിയൊക്കെ പലരും ഉണ്ടാക്കി. അവിടെ എന്താ യഥാർത്ഥം? എന്താ അതിൻ്റെ യഥാർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യംഗ്യമായ നിലക്ക് നിരോധിച്ചിട്ടുണ്ട്.
വ്യംഗ്യമായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ. ഈ കൽപ്പന ആരോടാണ്? ഇത് ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളുണ്ടെങ്കിൽ ആ ഭരണാധികാരികളോടും പെണ്ണുങ്ങളുടെ ഔലിയാക്കന്മാരോടും അവരുടെ അസ്വാജി ഭർത്താക്കന്മാരോടുമാണ്. നിങ്ങൾ വിലങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിലങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഞാനതിനെ വിലങ്ങിയിട്ടുണ്ട് എന്നാണ് റസൂല പറയണത്. ആ റസൂല വിലങ്ങിയ രീതി എന്താ? സ്പഷ്ടമായ നിലക്ക് റസൂല വിലങ്ങിയില്ല. അതാണ് ഒരു മനഃശാസ്ത്രമായ നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ പ്രവർത്തിച്ചു. പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നല്ല റസൂല പറഞ്ഞത്. പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ബുയൂത്തുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഉത്തമം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ഫീഹി റിജാൽ, ആ പള്ളിയിൽ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ആണുങ്ങൾ മാത്രം ഉണ്ടാവുക, അവർ വീടാണ് നല്ലതെന്നും പറയാം. പിന്നെ പറയാം വലിയ ഖുറൂജന തഫിലാത്ത്, ആ പെണ്ണുങ്ങൾ ഇനി അങ്ങനെ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ആ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടട്ടെ. അവരെ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങളാവണം. അവരിൽ നിന്ന് വരുന്ന വാസനകൾ നല്ല വാസനകളാവരുത്. അവിടെ നല്ല വാസന അല്ലാത്ത വാസന വഴി പുറപ്പെടട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എൻ്റെ നേരക്ക് കുതിരയിലുണ്ട്. ഞാൻ പറഞ്ഞതല്ല, റസൂല ആ നല്ല വാസനകൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലാത്ത വാസനകൾ ഉണ്ടാക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ വരണം എന്നല്ല പെണ്ണുങ്ങൾ പറയണത്. റസൂല പറഞ്ഞത് ഏതൊരു പെണ്ണും അങ്ങനത്തെ ഒരു മോശമുള്ള വാസനയായിട്ട് പുറപ്പെടാൻ അവർ ഇഷ്ടപ്പെടൂല. അപ്പോൾ പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ട് അവർ പള്ളിയിലേക്ക് വരാതെക്കും. അതാണ് ഇപ്പോൾ നമ്മളൊരു ബുദ്ധിയുള്ള ഒരുത്തരോട് പറയും, ഇജ്ജ് പുറത്തേക്ക് പോകരുത്, ഇജ്ജ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തുണി കുപ്പായൊക്കെ അയച്ചിട്ടിട്ട് അവരത്തൊക്കെ കാണിച്ചേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മോൻ പോവില്ല. അപ്പോൾ ആദ്യം റസൂൽ എന്താ പറഞ്ഞത്? ബുയൂത്തുന്ന ഖൈറുൽ ലഹുന്ന ഫീഹി റിജാൽ, അവിടെ ആണുങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന്. പിന്നെ പറയാണ് വലിയ ഖുറൂജന തഫിലാത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നിരോധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണത്. അപ്പം അങ്ങനെ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആയാത്തുകളെയും ഹദീസുകളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, വ്യക്തമായി പറയപ്പെടാത്ത സ്ഥലത്ത് മഹാന്മാരാവുന്ന അതിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയണ അയിമ്മത്ത് മശായിഖന്മാർ അവർ പറഞ്ഞത് എന്താണെന്നാണ് നോക്കേണ്ടത്. ആ നിലക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾക്കുള്ള അഖ്വാലുകൾ. അപ്പോൾ നമ്മൾ ഷാഫി ഇമാമിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഷാഫി ഇമാമിനെ സ്വീകരിക്കല്ല. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറഞ്ഞത് നമ്മൾ ഷാഫി ഇമാമിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഖുർആൻ ഹദീസിലും നമുക്ക് ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതികളുണ്ടാവും. അതാണ് ഫസ്അലു അഹ്ല ദിക്ർ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. അത് വിവരമുള്ളവരോട് ചോദിക്കണം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയങ്ങളും ഈ ആദർശങ്ങളൊക്കെ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങി പുറത്തു പോകുമ്പോൾ പല നിലക്കുള്ള പ്രതിസന്ധികളെയും പല നിലക്കുള്ളതായ ചോദ്യങ്ങളെയും പല നിലക്കുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അവിടെ നിന്ന് ഒരു നിലക്കും യാതൊരു നിലക്ക് പതറാത്ത നിലക്ക് വിശുദ്ധമാവുന്ന ഈ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എന്താവണം? മുന്നിട്ടിറങ്ങണം. അതിൻ്റെ ദഅവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. അങ്ങനെ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങളെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്തിഖാമത്തുകളിൽ ഉണ്ടാവണം. അപ്പോൾ ഇസ്തിഖാമത്തുള്ളതായ ആളുകളായിക്കൊണ്ട് ആവാൻ വേണ്ടി നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി ആയി തന്നെ ശ്രമിക്കുക. പഴയ കാലത്തുള്ള ആലിമീങ്ങൾക്കൊക്കെ ഉള്ള അവരെ ആയുധം അതായിരുന്നു, അവർ തഖ്വയുള്ളവരായിരുന്നു. അവർ നമ്മൾ പറയില്ലേ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റിയൊക്കെ, അവർ ഖിബിലിൻ്റെ ഭാഗത്തേക്ക് തുപ്പാൻ വേണ്ടി ഒരുത്ത ജനാല തുറന്നു കൊടുത്തപ്പോൾ മൂപ്പര് അവിടേക്ക് തുപ്പിയില്ല. ഇജിന്നെ പറ്റിക്കാണോട്ടോ അവന്നെ കാത്തു എന്ന് പറഞ്ഞ് മൂപ്പര് വേറെ ഭാഗത്തേക്കാണ് തുപ്പിയത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ വേങ്ങര ഒരു യോഗത്തിൽ വന്നപ്പോൾ ശംസുലമി മൂപ്പരോട് ഇരിക്കുന്നു. ഇതെന്ന് ഇവർക്കൊക്കെ ഉള്ളതായ ഇവർക്കൊക്കെ ഉള്ളതായ ഇവരുടെ രീതി അതായിരുന്നു. അങ്ങനത്തെ മഹാന്മാരാവുന്നതായ ഭൗതികമാവുന്ന ഒരു താല്പര്യങ്ങളും അവർക്കില്ലായിരുന്നു. അപ്പോൾ ഭൗതികമാവുന്ന ഒരു താല്പര്യമില്ലാതെ വിശുദ്ധമാവുന്ന ദീനിന് വേണ്ടി നമ്മൾ ദഅവത്ത് ചെയ്യുക, ആ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ആ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് വരില്ല എന്നല്ല, അത് വരുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നല്ല പറഞ്ഞത്. ദുന്യാവിനെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുക. ആ ദുന്യാവിനോടുള്ള ബന്ധം നിൻ്റെ കീശയിലോ അല്ലെങ്കിൽ നിൻ്റെ കയ്യിലോ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബാഹ്യമായ ഒരു ബന്ധം മതി ദുന്യാവുമായിട്ട്. ഈ നിലക്കുള്ള പണ്ഡിതന്മാരെയാണ് ഇവിടെ ആവശ്യം. ഈ നിലക്കുള്ള പണ്ഡിതന്മാർ ഇവിടെ ദഅവത്ത് ചെയ്യണം. അങ്ങനത്തെ പണ്ഡിതന്മാരെയാണ് ജാമിയ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പുറത്തേക്ക് ദഅവത്തിന് വേണ്ടി നിയോഗിക്കുന്നത്. അതുകൊണ്ട് അത് വാക്കിലും പ്രവൃത്തിയിലൊക്കെ ആ നിലക്ക് ഉള്ള വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ പ്രവർത്തനവും വിശുദ്ധി ഉൾക്കൊണ്ടതായ ജീവിത രീതിയാവണങ്ങൾ ഇതുണ്ടാവേണ്ടത്. മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ? മഹാന്മാരാവുന്ന ആളുകൾ അവർ അപ്പോൾ മഹാനാവുന്ന ബിശുല്ലാഫി തങ്ങളെ തന്നെ ഒരു സഹസിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ
മൂപ്പര് ബിഷുർലാഫി തങ്ങളാണെന്ന് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിയണ ചില ആളുകളോടുണ്ടെന്ന് മൂപ്പരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂപ്പര് കൈ അങ്ങോട്ട് കൊണ്ടുപോകും, കൈ അപ്പത്തന്നെ അങ്ങോട്ട് വലിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മാരി ഹാദർ റജുലായ കുരുത്വാം, ഇവനിക്ക് എന്ത് പറ്റി, ഇവന്താ ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ബിഷുർലാഫി തങ്ങളാണെന്ന് അറിയുന്ന ഒരാളുണ്ട്. അയാൾ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദു യദുഹു ഇലാ തുആമിൻ ഫീഹി അറാം ഔ ശുബ്ഹ, അറാമോ ശുബ്ഹത്തുള്ള ഭക്ഷണത്തിലേക്ക് ഇയാളെ കൈ നീളൂല. കൈ നീട്ടിയാലും അങ്ങോട്ട് പോകില്ല. കൈ അനുസരിക്കാതിരിക്കണം, അതാണ് അനുസരിക്കാതിരിക്കണം. ഹറാമാവോ അല്ലെങ്കിൽ കാണൽ കറാഹത്തോ അല്ലെങ്കിൽ കാണൽ ഖിലാഫുലൗലിയായ ഒരു സംഗതിനെ നോക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ്റെ കണ്ണതിന് വഴിപ്പെടൂല. ഒരു സംഗതി അങ്ങനത്തെ ഹറാമായ ഒരു സംഗതിനെ കേൾക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ്റെ കാതതിന് വഴിപ്പെടൂല. അവൻ്റെ കറാഹത്തായ ഒരു സംഗതിനെ കേൾക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ്റെ കാതതിന് വഴിപ്പെടൂല. ഖിലാഫുലൗലയായ ഒരു സംഗതിയാണെങ്കിലും അതും നെയ്യ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. അതിനെ കേൾക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ്റെ കാതതിന് വഴിപ്പെടൂല. ഈ നിൽക്ക് അവയവങ്ങളെ വിശുദ്ധമാക്കിയെടുക്കുക, ഇതാണ് യഥാർത്ഥ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞത്. ആ ഇസ്തിഖാമത്ത് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾക്കാർക്കും കഴിയൂല. അപ്പോൾ കഴിയണത്ര ഇസ്തിഖാമത്തിന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.